വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം 119 സങ്കീർത്തനത്തിന്റെ 14 വാക്യമാണ്. ഞാൻ സർവ്വസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. എന്തൊരു നല്ല തീരുമാനമാണ്. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കും. നമുക്ക് സമ്പത്തിലൊരു ആനന്ദമുണ്ട്, സമൃദ്ധിയിലൊരു ആനന്ദമുണ്ട്. അത് നമ്മുടെ മേൽ വർദ്ധിക്കുമ്പോൾ മറ്റൊന്നും നമ്മൾ അതിനോട് ചിലപ്പോൾ ഈക്വൽ ചെയ്യാറില്ല. പക്ഷെ ഇവിടെ ദൈവമനുഷ്യൻ പറയാണ്, ഞാൻ സമ്പത്തിൽ ആനന്ദിക്കുന്നത് പോലെ ഞാൻ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കും. ആമേൻ, ഹല്ലേലൂയ. അത് ജെന്യുവിനായൊരു വേർഡാണ്. ചിലപ്പോൾ പറയും ഞാൻ അതിലും അധികം ധ്യാനിക്കുന്നൊക്കെ പറയുന്നുവെങ്കിലും ഇവിടെ പറയാണ് ഞാൻ അതുപോലെ എന്ന പോലെ ആനന്ദിക്കും. അത് വർദ്ധിക്കട്ടെ. സമ്പത്ത് വർദ്ധിക്കുന്ന പോലുള്ളൊരു ആനന്ദമാണ് വചനം വായിക്കുമ്പോൾ എനിക്ക് ആനന്ദം. നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ഒരു ആനന്ദം പോലെയാണ് എനിക്ക് വചനം വായിക്കുമ്പോൾ ആനന്ദം. എനിക്ക് നല്ലൊരു വിനോദങ്ങളിൽ പോയി ഇരിക്കുന്നത് പോലെയുള്ള ആനന്ദമാണ് എനിക്ക് വചനമായിരിക്കുമ്പോഴുള്ള ആനന്ദം. രമ്യ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വാക്ക്, ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നിട്ടില്ല. കാരണം എനിക്ക് അതിനേക്കാൾ എൻജോയ്മെൻ്റാണ് ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശു പറയാണ്, 40 ദിവസം കഴിഞ്ഞ് എനിക്ക് വിശക്കുന്നൊന്നുമില്ല, ഞാൻ വചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഓ ഹല്ലേലൂയ. ഈ താഴേക്ക് വചനങ്ങൾ വരുമ്പോൾ വളരെ മനോഹരമായ പല വാക്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. 1000 പൊൻവെള്ളി നാണയത്തെക്കാളും എൻ്റെ വായിൽ നിന്ന് വചനം എനിക്ക് ഏറ്റവും വിലയേറിയതാണ്. സ്തോത്രം. അപ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ സമ്പത്തിന് വേണ്ടി ദൈവത്തെ ആനന്ദിക്കേണ്ട, ദൈവത്തിൽ ആനന്ദിക്കുക, ദൈവവചനത്തിൽ ആനന്ദിക്കുക. സകലത്തിൻ്റെയും നിക്ഷേപം ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളിൽ, ദൈവത്തിൻ്റെ വഴിയിൽ. ആമേൻ. ഇന്ന് ഈ വചനം നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷമായി തീരട്ടെ. സമ്പത്തിൽ ആനന്ദിക്കുന്ന പോലെ തന്നെ കർത്താവിൽ ആനന്ദിക്കുക, വചനത്തിൽ ആനന്ദിക്കുക, ആരാധനയിൽ ആനന്ദിക്കുക. നിങ്ങൾക്ക് ഇന്നിവിടെ ഒരു 10 കോടി രൂപ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പോലെ ആയിരിക്കണം ഒരു സഭായോഗത്തിന് പോകുവാനുള്ള സന്തോഷം. യെസ്, അതിനേക്കാൾ എത്ര വലുതാണ് ദൈവത്തിൻ്റെ മഹത്വം. ആമേൻ. ഈ മഹത്വത്തിൻ്റെ മനോഹരത്വം കണ്ട പത്രോസ് ഒരിക്കൽ പറഞ്ഞ കാര്യമുണ്ട്, പർവ്വതത്തിൽ നിന്നും താഴോട്ട് വരണ്ട, ഇവിടെ അങ്ങിരിക്കാം. യഥാർത്ഥമായ ദൈവമഹത്വത്തിൻ്റെ ആനന്ദം ദൈവം നമുക്ക് തരാൻ പോവുകയാണ്. അത് കാണാനും അത് അനുഭവിപ്പാനും ദൈവം നമുക്ക് കൃപ തരട്ടെ. നമുക്കൊരു വാക്കിൽ പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിലുള്ള ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, വചനത്തിൻ്റെ വാതിലുകളെ അങ്ങ് ഞങ്ങൾക്കായി തുറന്നു തരണമേ. കർത്താവേ, വചനത്തിൽ സന്തോഷിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ.
യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ എല്ലാ ദുഃഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. വചനത്തിലുള്ള ആനന്ദം അവരെ നിറയ്ക്കട്ടെ കർത്താവെ. യേശു ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ നിന്നുമുള്ള അത്ഭുതങ്ങളെ കർത്താവ് ഞങ്ങൾ കാണുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് ഈ സമയം പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. രോഗമുള്ള ഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഭാരത്തോടെ നിൽക്കുന്ന ഈ മക്കളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവർക്ക് സൗഖ്യമുണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, അവരിന്ന് ചെയ്യുന്നതെല്ലാം സാധ്യമാകട്ടെ. അവരുടെ ലൈഫിൽ വലിയ ബ്രേക്ക് ത്രൂകൾ സംഭവിക്കട്ടെ. അവർ മുൻപോട്ട് പോകാനുള്ള വഴികളും വാതിലുകളും തുറക്കപ്പെടട്ടെ. അവരുടെ ജീവിതത്തിന്മേൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇപ്പോൾ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. സ്പെഷ്യലി ചില മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയൊക്കെ ശക്തികളുടെ ആക്രമണത്താൽ നേരിടുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. അവർ ദൈവവചനത്തിൽ ആനന്ദിക്കട്ടെ, ദൈവവചനത്തിൽ സന്തോഷിക്കട്ടെ. അവരെ അനുഗ്രഹിക്കുന്നു. അവരെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകല വേലികളെയും പൊളിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും നന്മയും ഉയർച്ചയുമാണ്. കർത്താവിൻ്റെ കൂടെ നടക്കുക, വചനം വായിക്കുക. ആമേൻ. ശലോം.